നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് അനലോഗ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. അത് കഴിഞ്ഞ് അതിന്റെ അവിടെ രണ്ട് ചാർജുകൾ ചേരുന്ന സമയത്ത് അവിടെ ഡൈപോൾ ഉണ്ടാവുമെന്ന് പഠിച്ചു. അപ്പം ഞാനൊരു ഡൈപോളാണ് വരയ്ക്കുന്നത്. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ചേരുന്ന അറേഞ്ച്മെന്റ് ആണ് ഡൈപോൾ. അപ്പോൾ ഒരു ഡൈപോളിനെ അവിടെ കാണിച്ചിരിക്കുകയാണ്. ഇതാണ് ഒന്ന് പ്ലസ് ആണ്, പ്ലസ് ക്യൂ ചാർജ്, മറ്റൊന്ന് മൈനസ് ക്യൂ ചാർജ്. ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ഡൈപോൾ. നമുക്ക് അതുമാതിരി തന്നെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിനെയാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. മാഗ്നറ്റിസിൽ നമ്മൾ പഠിച്ചതാണ് മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി എന്താണ്? ആ മാഗ്നറ്റിന് ഒരു നോർത്ത് പോൾ ഉണ്ട്, പിന്നെ ഒരു സൗത്ത് പോൾ ഉണ്ട്. അപ്പോൾ ഇതിന് ഒരു നോർത്ത് പോളും പിന്നെ ഇതിന് ഒരു സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ ഇതാണ് മാഗ്നറ്റ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചൊരു കോൺസ്റ്റന്റ് ആണ് 1/E0. E0 എന്ന് പറഞ്ഞ പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കോൺസ്റ്റന്റ് വന്നു μ0 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് വന്നത് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു. പെർമിയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മാഗ്നറ്റിലൂടെ ഇതൊരു മെറ്റീരിയൽ ആണോ, ഇതൊരു മാഗ്നറ്റ് ആണ്. ഈ മാഗ്നറ്റ് നമ്മളൊരു മെറ്റീരിയലിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ മെറ്റീരിയൽ കാണിക്കുകയാണ്, ആ മെറ്റീരിയലിന്റെ ഉള്ളിലൂടെ ഫീൽഡ് കടന്നു പോകും. അപ്പോൾ ഈ ഫീൽഡിനെ കടത്തിവിടാനുള്ള കഴിവിനെ കാണിക്കുന്ന ഒരു ടേമാണ് μ0. ആ μ0 പറഞ്ഞ പേരാണ് പെർമിയബിലിറ്റി എന്ന് പറയും. അപ്പോൾ പെർമിയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പെർമിറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ആ വാക്കിൽ തന്നെ എൻ്റെ അർത്ഥം കിടക്കുന്നുണ്ട്, പെർമിറ്റ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ എന്തിനാണ് ഇവിടെ പെർമിറ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കൂടെ പെർമിറ്റ് ചെയ്യാനുള്ള കഴിവാണ്. പക്ഷേ ഇവിടെ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ 1/E0 ആണ്. അപ്പോൾ E0 എന്ന് പറയുന്ന ടേം അങ്ങനെ അർത്ഥം ഇവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ പെർമിറ്റ് ചെയ്യാതിരിക്കാനുള്ള കഴിവെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അത് ശരിയല്ല. എങ്കിലും വേണമെങ്കിൽ അങ്ങനെ അർത്ഥം കൊടുത്താൽ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ μ0 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് വന്നു, ഇവിടെ E0 വന്നു. ഇവിടെ ഇത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ഇത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇനി നമ്മൾ ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡൈപോൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടേമാണ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് P എന്ന് പറയുന്നത് ചാർജിനെ അതിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു പാരാമീറ്റർ ആണ്. ഏതെങ്കിലും ഒരു ചാർജ് എടുക്കുക, അതിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് 2L ആണ് സാധാരണ എടുക്കാറ്. അപ്പൊ ഇതിന്റെ ലെങ്ത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 2L ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ 2L ആണെങ്കിൽ ആ ചാർജിനെ 2L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പാരാമീറ്റർ ആണ് ഡൈപോൾ മൊമെന്റ്. പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത് ആണ് ഡൈപോൾ മൊമെന്റ്. ഇതേപോലെ മാഗ്നറ്റിസിലും ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഇതിന്റെ പോൾ സ്ട്രെങ്ത്. അപ്പോൾ പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഈ എഡ്ജിലുള്ള ഒരു സ്ട്രെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ആ എഡ്ജിലുള്ള സ്ട്രെങ്ത്തിനെ അതിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ചാർജിന് ഈക്വലന്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടേമാണ് ഇവിടെ പോൾ സ്ട്രെങ്ത്. ആ പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത് ആണ് മാഗ്നറ്റിക് മൊമെന്റ്. സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഫോർമുല m=I/A ആണ്. ഇനി ഡൈപോൾ മൊമെന്റിന്റെ ആക്സിയൽ ഇക്വറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇക്വറ്റോറിയൽ ഫീൽഡ് ഓഫ് എ ഷോർട്ട് ഡൈപോൾ. അപ്പൊ ഇക്വറ്റോറിയൽ ഫീൽഡിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാൻ പറ്റും, രണ്ട് പോയിന്റിൽ നമ്മൾ ഫീൽഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇവിടെ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇത് ആക്സിസിൽ കിടക്കുന്ന ഫീൽഡാണ്, പോയിന്റ് ആണ്. അപ്പൊ ആക്സിസിൽ കിടക്കുന്ന പോയിന്റിലെ ഫീൽഡ് കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആക്സിയൽ ഫീൽഡ് ഫോർ എ ഷോർട്ട് ഡൈപോൾ എന്ന് പറയുന്നത് 1/4πE0 2p/r³ ആണ്. ആ സമയത്ത് എന്താണ് ഇക്വറ്റോറിയൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ, അതായത് ഡൈപോൾ ഇതാണെങ്കിൽ ഇവിടത്തെ ഈ പോയിന്റിലെ ഫീൽഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4πE0 p/r³ ആണ്. ഇതേപോലെ ഈ മാഗ്നറ്റിന് ആക്സിയൽ പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു ആക്സിയൽ പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇക്വറ്റോറിയൽ പോയിന്റ് ആണ്. അപ്പൊ ആക്സിയൽ ഫീൽഡിലെ പോയിന്റ് കാണാനുള്ള ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ ആക്സിയൽ ഫീൽഡ് എന്ന് പറയുന്നത് μ0/4π × 2m/r³ ആണ്. ഇത് സാധാരണ നിങ്ങൾ എഴുതിയത് ഇങ്ങനെയും കണ്ടിട്ടുണ്ടാവുക, μ0/4π × 2m/r³ ഇങ്ങനെയാണ് എഴുതി കണ്ടിട്ടുണ്ടാവുക. ഇതിനെ ഒരുമിച്ച് എഴുതിയിരിക്കുകയാണ്. ഇത് ആക്സിയൽ ഫീൽഡാണെന്ന് കാര്യം ശ്രദ്ധിക്കണം. ഇത് ആക്സിയൽ ഫീൽഡാണ്, ഇത് ഇക്വറ്റോറിയൽ ഫീൽഡാണ്. അപ്പൊ ആക്സിയൽ ഫീൽഡിലെ എന്ത് കണ്ടു? നമ്മള് ഫീൽഡിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടു. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ആണ് μ0/4π × 2m/r³. ആ സമയത്ത് ഡൈപോളിന്റെ കേസിലെ ആക്സിയൽ ലൈനിൽ കിടക്കുന്ന പോയിന്റിലെ
ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുലയാണ് 2p/r³. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സിമിലാരിറ്റി കാണാൻ പറ്റും. ഇവിടെ ത്രൂ ഔട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഇവിടെ 1/4π0 p/r³ ആണെങ്കിൽ ഇവിടെ എന്ത് പറ്റുന്നു, ഇവിടെ ഇത് μ0/4π × m/r³ ആണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എന്താ ഇങ്ങനെ കാണാൻ പറ്റും, ഇവിടെ പി ആണ്, അതിന് ഈക്വലന്റ് ആയിട്ട് ഇവിടെ ഒരു ടൈം മാറിയിട്ടുണ്ട്, എന്താണ് എം മാറിയിട്ടുണ്ട്. ഇവിടെ E0ക്ക് എന്തുണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ μ0, അത് 1/E0 ഈക്വലന്റ് ആയിട്ട് ഇവിടെ ഒരു μ0 എന്ന് പറഞ്ഞ ടൈം ഉണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞ 1/E0 ഈക്വലന്റ് ആയിട്ട് മാഗ്നറ്റിസിൽ ടൈമാണ് μ0. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആക്സിയലിലും ഇക്വറ്റോറിയലും പഠിച്ചാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡ് ബാർ മാഗ്നറ്റിന്റെ ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്, ഈ പീനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, എം വെച്ച് റീപ്ലേസ് ചെയ്യുക. അതേപോലെ തന്നെ 1/E0 μ0 വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഇവർ തമ്മിലുള്ള സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അതേപോലെ തന്നെ എനർജി പൊട്ടൻഷ്യൽ സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -P.E ആണെങ്കിൽ മാഗ്നറ്റിസിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -m.B ആണ്. ടോർക്ക് കാണാനുള്ള ഫോർമുല P×E ആണെങ്കിൽ ഇവിടെ m×B ആണ്. കാരണം പിക്ക് ഈക്വലന്റ് ആയിട്ട് ടൈമാണ് ഇവിടെ m. അതുകൊണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, അവിടെ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ P, അവിടെ m. ഇത്രയാണ് ഇവ തമ്മിലുള്ള സാദൃശ്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് മാഗ്നറ്റിക്സിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ടോപ്പിക്കിന്റെ പ്രധാന ഉദ്ദേശം ഇവർ തമ്മിലുള്ള സിമിലാരിറ്റികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്.